ഇന്ന് ഞങ്ങൾക്കിവിടെ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഡബ്ബൻ്റെ ഉള്ളിൽ എന്തെന്നറിയോ, കോഴിയട. ഈ ഫെമിനിച്ച് ഫാത്തിമ സിനിമ കണ്ടപ്പോൾ തൊട്ടേ ഞങ്ങൾക്കിത് ഉണ്ടാക്കണം എന്നുള്ളൊരു മോഹം ഉള്ളിലുണ്ടായി. പക്ഷേ അതൊരു അതിമോഹമായി പോയി എന്നൊക്കെ തോന്നി. കാരണം ഉണ്ടല്ലോ, ഇതെന്ത് പണിയെന്നറിയ സാധനം ഉണ്ടാക്കാൻ. രാവിലെ തുടങ്ങി ഞാൻ ഇതിൻ്റെ പണിയെടുക്കാൻ വൈകുന്നേരം 5 മണി വരെ ഞാൻ ഇരുന്നിട്ടാവോ ഫുൾ ടൈമിൽ തന്നെ അതിന്. കാരണം ഇത് ഓരോന്നേ ഉണ്ടാക്കി പരത്തി ഉരുട്ടി പരട്ടി എന്നെല്ലാം വെച്ചിട്ട് എന്തൊരു പണി. എൻ്റെ അമ്മ ഒരു 2-3 ആൾക്കാർ മിനിമം എങ്കിലും വേണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു 5 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും അടുക്ക് എത്തിപ്പോയി. എത്തിയിട്ടാകുമ്പോഴേക്ക് ആമിക്ക് പിന്നെ മധുരം നോക്കാനും ഉപ്പ് നോക്കാനെല്ലാം ആൾ വേണമായിരുന്നു. ഓള് നോമ്പെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാവരോട് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ സാധനമെല്ലാം കൊണ്ടുവന്നിട്ടാ. ഓരോരാൾ ഓരോരോ സാധനം എടുത്തുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക, ഒരു മിനിമം 20 ക്വാണ്ടിറ്റി എങ്കിലും വേണം. അപ്പോൾ നമ്മൾ ഇത്ര ആളുള്ളതുകൊണ്ട് അത്രയും ക്വാണ്ടിറ്റി എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. പക്ഷെ നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഉണ്ടാക്കിയിട്ടുണ്ടായി ഇതേപോലെ. സാനി ചിക്കൻ റോൾ ഉണ്ടാക്കി, നീ ചേച്ചി ചട്ടിപ്പത്തിരി ഉണ്ടാക്കി. അങ്ങനെ ഓരോരാളും അവരവരുടെ രീതിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക. അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും വേണമെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ നടത്തണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. പക്ഷേ എന്താ പറയല്, ഒരു നല്ല പരിപാടി. എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ. എപ്പോഴും ഗെറ്റ് ടുഗദർ ആണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തിന്നാൻ തോന്നുമ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തിന്നൽ ഒരു എടുത്തൊരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം. അങ്ങനെ എല്ലാവരും കൂടി ഒരു 5:30 കറക്റ്റ് 5:30 തന്നെ നമ്മൾ നോമ്പെല്ലാം തുറന്നിട്ടാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇത്രയും തിന്നിട്ടായിട്ട് ലാസ്റ്റ് മന്തിയും കൂടെ തിന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയത്.